ഐ ഗെസ് വെൽക്കം ബാക്ക്. ഡേറ്റ് ഓഗസ്റ്റ് 29, സമയം ഏകദേശം 10:10 ഇതുവരെ ഒരു ട്രേഡൊന്നും എടുത്തിട്ടില്ല. കാരണം ഇന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു ക്ലീൻ സ്ട്രക്ചർ ആയിരുന്നില്ല ഉണ്ടായിരുന്ന ആദ്യത്തെ ഇനീഷ്യൽ ഹവറിൽ. ഇപ്പം ബാങ്ക് നിഫ്റ്റി ചെറിയ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഗ്യാപ് ഡൗൺ ആയിട്ടാണ്. ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. മേ ബി അതൊരു സൈനാണ് ബയേഴ്സ് മേ ബി ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ബയേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ബയേഴ്സ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. സോ ബാങ്ക് നിഫ്റ്റി ചെറിയ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി സ്ട്രോങ് സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും. ആൻഡ് ഇന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് 54,000 ലെവലിൻ്റെ താഴെയാണ് ഇപ്പോൾ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ നടത്തിയിരിക്കുന്നത്. റൈറ്റ്. സോ ദാറ്റ് മീൻസ് അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ ചെയ്ത് മേ ബി ബയേഴ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ മുൻപ് ഇതുപോലെ പാറ്റേണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പഴയ ചാർട്ടുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സപ്പോർട്ട് ലെവലിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ലെവലിൻ്റെ താഴെ സ്ട്രോങ് ബൈയിങ് പലപ്പോഴും നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ സ്ലോലി ഒരു വീക്ക്നെസ് അല്ല കാണുന്നത്. അവിടെ നടക്കുന്ന ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ ആണെങ്കിലും ആ ഒരു സ്ട്രക്ചർ സിംഗ് ഹൈ ഫോർമേഷൻ ആണെങ്കിലും. അതുകൂടാതെ ഇപ്പോൾ സെൻസെക്സ് BSE സെൻസെക്സ് നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി 80,000 ലെവലിലാണ് ഇപ്പോൾ സപ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബാങ്ക് എക്സ് ഓൾറെഡി 60,000 സൈക്കോളജിക്കൽ ലെവൽ സപ്പോർട്ട് എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിലും മേ ബി ഇവിടുന്ന് ഒരു ബൈയിങ് വരാനുള്ള സാധ്യതകൾ ജസ്റ്റ് എൻ്റെ ഒരു കൺവിക്ഷൻ പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷനിൽ. ഇൻ ദ മണി എടുക്കാം. എങ്ങനെയാണ് മാർക്കറ്റിന് മൊമെൻ്റ് ഒന്നും വരുന്നതെന്ന് അറിയില്ല. ഇൻ ദ മണിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റോപ്പ് ലോസ് നമുക്ക് മേ ബി ഒരു 100 പോയിന്റെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ടാർഗറ്റാണ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഓർഡർ എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 140 ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 140 ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ്, സോ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഇപ്പം രാവിലെ മാർക്കറ്റ് ക്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഡേ ലോ പോയിന്റിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതും വളരെ സ്ട്രോങ് ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിലൂടെ. സോ ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയേഴ്സ് മേ ബി ഇൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞ് 54,000 ലെവൽ ഒരു റെസിസ്റ്റൻസ് എടുത്തു, ഒന്ന് താഴോട്ട് വന്നു. വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്ത് ഒന്ന് താഴോട്ട് വന്നു. ഇപ്പോൾ ഒരു പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ നമുക്ക് മേ ബി നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഹൈൻ്റെ മുകളിലാണ് ഇപ്പം നെക്സ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരു സൈനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻസെക്സ് 80,000 അടുത്താണുള്ളത്. സോ ഇതൊക്കെ ഒരു ഹിൻഡ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റ് നമ്മളോട് പറയുവാണ് ഓക്കെ ഇതിങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്, സെൻസെക്സ് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ്, 80,000 വന്നു. നെക്സ്റ്റ് മുകളിലോട്ട് പോകാനുള്ള അതാണ് ഹൈ പ്രോബബിലിറ്റി അല്ലേ. താഴോട്ട് പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ മുകളിലോട്ട് പോകാനാണ് ഹൈ പ്രോബബിലിറ്റി. റൈറ്റ്, അപ്പം അതിനനുസരിച്ചിട്ട് ആ ഒരു ഹിൻഡ് എനിക്ക് മനസ്സിലാക്കി ഞാൻ ഒബ്സർവ് ചെയ്ത് എൻ്റെ പേഴ്സണൽ വ്യൂ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ധൈര്യത്തോടെ ട്രേഡ് എടുത്തു. സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, മാക്സിമം ആ ഒരു പോയിന്റിനുള്ളിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. പ്രീവിയസ് ഡേ ലോയിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് എൻ്റെ വ്യൂ റോങ് ബാങ്ക് നിഫ്റ്റിയിൽ. ടാർഗറ്റും അതിനനുസരിച്ചിട്ടുള്ള ടാർഗറ്റാണ് സെറ്റ് ചെയ്യുക. റൈറ്റ്, അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കണം, നമുക്ക് എല്ലാ ദിവസങ്ങളിലൊന്നും 1:2 1:3 ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും റിസ്ക് റിവാർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ നോർമലി 1:1 ആണ് മിനിമം ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്തു എന്നുള്ളത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. സോ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സാറ്റർഡേ ഓർ സൺഡേ ഞാൻ ചെയ്യാം. സോ ഇനി എൻ്റെ ടാർഗറ്റ് ഇനി ഈ ലെവൽ എങ്ങനെയാണോ ബ്രേക്ക് ഔട്ട് നടക്കുന്നത്, ബ്രേക്ക് ഔട്ടിൻ്റെ മൊമെൻ്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു സിംഗ് ഹൈ ഉണ്ട്. ആ ലെവലിനടുത്ത് ഈ ഒരു ലെവലിൻ്റെ അടുത്തൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ലോസ് ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്യും, പ്രോഫിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബുക്ക് ചെയ്യും. ഓക്കെ, സോ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് മാർക്കറ്റ് തരുന്നത്. സ്ലോലി മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് കാണാം. ആ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നത് കാണാം.
പ്രോഫിറ്റും അത്യാവശ്യം റണ്ണിങ്ങിലാണ്. അപ്പോൾ പ്രീമിയത്തിൽ ഇന്നത്തെ ആ ഒരു പ്രീമിയത്തിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും, റൈറ്റ്. കാരണം ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് തന്നെ ഓപ്ഷൻ സെല്ലേഴ്സാണ്. സെല്ലേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവർ അതിനനുസരിച്ച് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവും. സ്ലോലി മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്, റൈറ്റ്. സെൻസെക്സ് നമ്മൾ പറഞ്ഞ അതേപോലെ മൂവ്മെൻ്റ് ആണ്. 80,000 വന്നു, സപ്പോർട്ട് എടുത്തു, സെൻസെക്സ് മുകളിലോട്ട് പോകുന്നു. അതിനനുസരിച്ചിട്ട് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട്. ഓരോ ഇൻഡെക്സും കോ റിലേറ്റഡ് ആണ്. ചിലപ്പം സെൻസെക്സ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് കൊണ്ടുപോകുക, ചിലപ്പോൾ നിഫ്റ്റി ആയിരിക്കും, അല്ലേ, ചിലപ്പോൾ ഫിൻ നിഫ്റ്റി ആയിരിക്കും. എല്ലാം കോ റിലേറ്റഡ് തന്നെയാണ്. സ്ലോലി ഒരു ബ്രേക്ക്ഔട്ട്, നെക്സ്റ്റ് ബ്രേക്ക്ഔട്ടാണ് നമുക്ക് ആവശ്യം. 54,000 ബ്രേക്ക്ഔട്ട് നടത്തിയാലേ നമ്മുടെ ഒരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. ബട്ട് നമ്മൾ കൺസിഡറിങ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലുള്ള പ്രൈസ് ആക്ഷൻ മൊമെൻ്റ് ഒക്കെ നോക്കുന്ന സമയത്തുള്ള ഒരു മൊമെൻറ്റം ഇന്നത്തെ മാർക്കറ്റിലുള്ള മേ ബി ഫ്രൈഡേ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രഷ് എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത്ലി എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് ചിലപ്പോൾ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു മൊമെൻറ്റം മീൻസ് ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, റൈറ്റ്. അത് നമുക്കിപ്പോൾ മിസ്സിംഗ് ആണ് ഇന്നത്തെ മാർക്കറ്റിൽ. അപ്പം നമ്മൾ ലോ വൊളാറ്റൽ മാർക്കറ്റ്, ഹൈ വൊളാറ്റൽ മാർക്കറ്റ് ഒക്കെ ഉണ്ട്, അല്ലെ. അപ്പം ആ കൈൻഡ് ഓഫ് മാർക്കറ്റിലൊക്കെ നമുക്ക് എങ്ങനെയാണ് പ്രീമിയം മൂവ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനാണ് എല്ലാവരും പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്, അല്ലേ. പ്രാക്ടിക്കൽ ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു മൊമെൻറ്റം എന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇന്ന് തീരെ മൂവ്മെൻറ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ അത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ടൈപ്പ് ഓഫ് മാർക്കറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ 54,000 ലെവൽ ജസ്റ്റ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുണ്ട്. കമോൺ, ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുണ്ട്. ഒരു സ്ട്രോങ് ക്യാൻഡിലൂടെ വരുവാണെങ്കിൽ ഐ ക്യാൻ, റൈറ്റ്, ആ ഒരു ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റി നമുക്ക് തരും. ഐ തിങ്ക് ഇതൊരു ബെസ്റ്റ് ട്രേഡ് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് സമയം ഞാനിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് 10:15 ഞാൻ ട്രേഡ് എടുത്ത് ഏകദേശം ഒരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് പ്രീമിയം ഓൾസോ പ്രീമിയത്തിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് കിട്ടാം. ഓക്കെ, ഞാൻ പറഞ്ഞാൽ അതിന് ഒരു 45 മിനിറ്റ്സോളം ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് നോക്കിയിരുന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ കിട്ടുന്നുണ്ട്, റൈറ്റ്. നമ്മൾ മാക്സിമം മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാതെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ എന്നാൽ പിന്നെ കോൾ ഓപ്ഷൻ, എന്നാൽ പിന്നെ പുട്ട് ഓപ്ഷൻ എന്നൊക്കെ എടുക്കുന്നതിന് പകരം ഒന്ന് ഒരു എഫോർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാം. നിങ്ങൾക്ക് 100% എഫോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 10% എക്സ്ട്രാ ഇട്ടുവന്ന് കൊടുക്കാം. അതാണ് ഞാൻ പറയുന്നത്. 100% പോരാ, നിങ്ങളുടെ 100% ഒന്നും പോരാ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി. ഒരു 10% എക്സ്ട്രാ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എഫേർട്ട് ഇടുക മീൻസ് നമ്മൾ മെൻ്റലി ആയിരിക്കണം. കാരണം ഇവിടെ യാതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇല്ല ട്രേഡിങ്. എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്? ഒന്നുമില്ല. നമ്മൾ രാവിലെ ഒന്ന് ചെയറിലിരിക്കുന്നു, നമ്മുടെ മൗസ് കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മൊബൈൽ കൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്, തീരെ ഇല്ല, 0% എന്ന് തന്നെ പറയാം. അപ്പം മെൻ്റൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് മൈൻഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ്, എവിടെയാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ തന്നെ ഒരുപാട് സൈക്കോളജിക്കൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും കണ്ടു നോക്കുക. അതിൽ പുതിയ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ മെൻ്റൽ ഗെയിമാണ്. സോ എഫോർട്ട് അതിനായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ചാർട്ട് പ്രിപ്പറേഷൻ, ഓക്കെ, നമുക്ക് സ്കില്ല് ആവശ്യമാണ്. ചാർട്ട് റീഡിങ് സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല് ആവശ്യമാണ്. സ്കിൽ പ്ലസ് നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കാണ് നമുക്ക് റിസൾട്ട് എപ്പോഴും കിട്ടുക. അപ്പോൾ സ്കില്ല്, ഈ ഒരു ടെക്നിക്കൽ സ്കില്ല് നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1 to 3 മന്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ മൈൻഡ് സെറ്റ്, സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പാടാണ്. അത് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. യു നീഡ് ഒരുപാട് സഫർ ചെയ്യും, ഒരുപാട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എന്താണ് മൈൻഡ് എന്നുള്ളതും. ഫസ്റ്റ് നമുക്ക് ആ ഒരു അവെയറാണ് നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു ഓക്കെ, നമ്മുടെ പ്രശ്നം ടെക്നിക്കൽ സ്കില്ലല്ല, നമ്മുടെ മൈൻഡ് സെറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, പല രീതിയിൽ ചെയ്യാം, റൈറ്റ്. ഞാൻ ഇവിടെ നിന്ന് വീഡിയോസിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓൾറെഡി കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ബ്രേക്ക്ഔട്ട് നടത്തി ചെറിയൊരു റിജക്ഷൻ കാണാൻ വേണ്ടി പറ്റും. ബ്രേക്ക്ഔട്ട് അത്ര സ്ട്രോങ് ആയിരുന്നില്ല, ബട്ട് സ്റ്റിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. കാരണം ആസ് പെർ ആ ഒരു
ഓപ്പണിംഗ് ക്യാൻഡിൽ ഫോർമേഷനും അതിനുശേഷമുള്ള ഒരു സിംഗ് ഹൈ ഒക്കെ മാർക്കറ്റിലോട്ട് ഒരു സ്ട്രെങ്ത് ബയേഴ്സ് വരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ 54,000 ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് നെക്സ്റ്റ് ബയേഴ്സ് വരും, പുതിയ ഫ്രഷ് ബയേഴ്സ് വരും അല്ലേ. ഇപ്പം ഞാൻ ഈ ഒരു ട്രേഡ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത് 54,000 ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ കുറച്ചുകൂടി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് അതിന് മുൻപേ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയ സമയത്താണ് ഞാൻ ട്രേഡ് എടുത്തത്. ഇൻ കേസ് ഞാനിത് മിസ് ചെയ്യുകയാണെങ്കിൽ മേ ബി 54,000 ലെവൽ ബ്രേക്ക് ഔട്ട് നടത്തി അതെങ്ങനെയാണ് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നതാണ്. ഓക്കെ, ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രോഫിറ്റ് കിട്ടണം അല്ലെങ്കിൽ ലോസ് ആകണം എന്നുള്ള കണ്ടീഷനിലല്ല ട്രേഡ് എടുക്കുന്നത്. സോ ഇതൊരു സെറ്റപ്പാണ്. സെറ്റപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന അതിൻ്റെ ഔട്ട്കം എന്ത് തന്നെ ആയാലും ഓക്കെ, അതിൽ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് സന്തോഷവും അല്ലെങ്കിൽ ലോസ് വരുന്ന സമയത്ത് സങ്കടം ഒന്നിൻ്റെ ആവശ്യമില്ല. അതൊന്നും നിങ്ങളുടെ ഓവറോൾ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിന്യൂസ്ലി 1, 2, 3, 4 ട്രേഡ് നഷ്ടം വന്നാലും അത് നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസിന് യാതൊരു രീതിയിലും ബാധിക്കില്ല. അപ്പോൾ അത് ഓക്കെ ഫൈൻ, ഇതിൻ്റെ റിസൾട്ട് ഓക്കെ ഫൈൻ, ഇതൊരു പ്രോഫിറ്റ് കിട്ടി ഫൈൻ, അതൊരു ജസ്റ്റ് ഒരു നമ്പറായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ എപ്പോഴും റിവ്യൂ ചെയ്യുക വീക്ക്ലി വൺസ്. ഞാൻ നോർമലി മന്ത്ലി ആണ് ഒന്നും റിവ്യൂ ചെയ്യുന്നത്. മന്ത്ലി എവറി ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ബാങ്ക് നിഫ്റ്റി എക്സ്പയറി മുതൽ നെക്സ്റ്റ് ബാങ്ക് എക്സ്പയറി വരെയാണ് ഞാനൊരു മന്തായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൽ റിവ്യൂ ചെയ്യും. മാക്സിമം റിവ്യൂ ചെയ്യാൻ മീൻസ് ഇപ്പം എന്തൊക്കെ ട്രേഡുകളാണ് എടുത്തിരിക്കുന്നത് ആൻഡ് എവിടെയാണ് മിസ്റ്റേക്കിൽ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി മെൻ്റൽ തന്നെയാണ് ഞാൻ നോക്കുന്നത്. മൈൻഡ് സെറ്റ് എന്താണ് എങ്ങനെയാണെന്നുള്ളതാണ് കാര്യങ്ങൾ നോക്കുന്നത്. കാരണം മുൻപൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്ത് വീണ്ടും ഈവൻ ഫുൾ ടൈം ട്രേഡ് ആയതിനു ശേഷം ഞാൻ മിസ്റ്റേക്കുകൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ റെക്ടിഫൈ ചെയ്ത് എല്ലാം എഴുതി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗെയിൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ എക്സിറ്റ് പ്ലാൻ നോക്കുവാണ്. കാരണം ഒരു ചെറിയ വീക്ക്നെസ് കാണുന്നുണ്ട്. വിൽ വെയിറ്റ് ചെയ്യുക. എന്തായാലും പുതിയ ബയേഴ്സ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് വന്നു 54,000 അഗെയിൻ റെസിസ്റ്റൻസ് എടുത്തു, അഗെയിൻ ബ്രേക്ക് ഔട്ട് നടത്തി ആൻഡ് ഡെഫിനറ്റ്ലി ബയേഴ്സ് എന്തായാലും വരും. ഓക്കെ, സോ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, കൂടുതൽ നേരം വീഡിയോ ഞാൻ അധികം ലെങ്ത് ആക്കുന്നില്ല. ഓക്കെ കേസ് ബാങ്ക് നിഫ്റ്റി നമുക്കൊരു എക്സ്പെക്ട് ചെയ്ത ഒരു ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്രീമിയം നോക്കുവാണെങ്കിലും അത്യാവശ്യം പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ബ്രേക്ക് ഔട്ട് വളരെ സ്ട്രോങ് ആണെങ്കിൽ കുറച്ചുകൂടി പോയിന്റ് അവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കാം, ഒരു ഫ്യൂ സെക്കൻഡ് കൂടി നോക്കിയിട്ട് ഓൾറെഡി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിൽ ഒന്ന് നോക്കട്ടെ, മേ ബി ഒരു ബ്രേക്ക് ഔട്ടോ സംതിങ് ആണോ വരുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരുപാട് സ്കാൽപ്പിംഗ് ചെയ്ത് മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുന്നതിന് പകരം ഒരു സിംഗിൾ ട്രേഡ് എടുക്കുക, ബുക്ക് ചെയ്യുക, ലോസ് ആണ് പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്യുക, മാറിയിരിക്കാം. ഓക്കെ, ഇവിടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല. സോ ഡൺ, എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡ്. അങ്ങനെ അധികം ഞാൻ റോക്കറ്റ് സയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ടാർഗറ്റ് അവിടെ കിട്ടിയ സമയത്ത് എക്സിറ്റ് ചെയ്തു. എൻട്രി എടുത്ത റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. റൈറ്റ്, ഏകദേശം ആ ഒരു പോയിന്റ് ഇവിടെ നിന്നാണ് എൻട്രി എടുത്തിരുന്നത്. നെക്സ്റ്റ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തു. സെൻസെക്സ് സെൻസെക്സിൻ്റെ കാര്യം സെൻസെക്സ് ആണ് നമ്മൾ പറഞ്ഞതല്ലേ, അത് 80,000. ഇവൻ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇത് തിയറി യൂസ് ചെയ്ത് സെൻസെക്സിലും ട്രേഡ് എടുക്കാം. സെൻസെക്സിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ചാർട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം ഒരു 80 പോയിന്റ് അടുത്ത് അവിടെയും നമുക്ക് ക്യാപ്ചർ ചെയ്യാം. റൈറ്റ്, ഓക്കെ, സോ എനിവേ അപ്പോൾ എന്തായാലും ഇനി വേറൊരു ട്രേഡ് ഇല്ല. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ കാണാം. ആൻഡ് സാറ്റർഡേ നമുക്കൊരു സൈക്കോളജിക്കൽ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.